നമസ്കാരം, ഞാൻ ഗൗരിപ്രിയ. ഇവിടെ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്തുള്ള ഔഷധിയിൽ ആയുർവേദ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ആയുർവേദവും ആരോഗ്യവും മനസ്സും, ഇതിനെപ്പറ്റി കുറച്ചു നേരം ഒന്ന് സംസാരിക്കാം. എന്താണ് ആരോഗ്യം? സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മനസ്സിന്റെ സ്ഥാനം വലുതാണ് ആരോഗ്യത്തിൽ. അതേപോലെ തന്നെ ആയുർവേദത്തിൽ ഒരുപാട് അസുഖങ്ങൾ മനസ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ വരാറുണ്ട്. മനസ്സിനെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണോ എന്ന ക്വസ്റ്റ്യൻ. എന്താ മനസ്സെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ മുഖത്തൊരു ചുളിപ്പ് വരുന്നത്? അങ്ങനെയില്ല. എല്ലാ ചികിത്സകളെയും പോലെ തന്നെയാണ് മനസ്സിനുള്ള ചികിത്സയും. മനസ്സിനുണ്ടാകുന്ന ഓരോ ചെറിയ ബുദ്ധിമുട്ടുകൾക്കും നമുക്കൊരു ഡോക്ടറിന്റെ അടുത്ത് പോവുകയോ ഒരു വൈദ്യരുടെ അടുത്ത് പോവുകയോ ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ശരീരത്തിന് ചികിത്സ എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതേപോലെ തന്നെയാണ് മനസ്സിന്റെ ചികിത്സയും. എങ്ങനെയാണ് മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്? പല രീതിയിലുണ്ടാവാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ പ്രയാസം നേരിടുന്ന ഒരു വലിയ ഘടകം മനസ്സാണ്. എന്തുകൊണ്ട്? ഇന്നത്തെ സ്ട്രെസ്ഫുൾ ലൈഫ് തന്നെ പ്രാധാന്യമായിട്ടുള്ളത് ഒന്ന്. അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ നമുക്കുണ്ടാവാം? സാധാരണഗതിയിൽ ഏറ്റവും ആദ്യം എടുത്തു പറയാം മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിലിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. എന്നാലും അതും മനസ്സുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സ്ട്രെസ് ഒരു ഘടകമാണ് മനസ്സ് കേട്ടോ. അല്ലാതെ എല്ലാം മുടികൊഴിച്ചിലിന്റെ എല്ലാ കാരണവും മനസ്സുകൊണ്ടാണ് എന്നുള്ളത് വരരുത്. രണ്ടാമതായിട്ട് വരുന്ന ഒരു അധികവും വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ത്വഗ്ഗത രോഗങ്ങൾ, മുഖത്തുണ്ടാവുന്ന പാടുകൾ അല്ലെങ്കിൽ സ്കിന്നിലുണ്ടാവുന്ന പാടുകൾ, ഏതെങ്കിലും രീതിയിലുണ്ടാവുന്ന അസുഖങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുന്നതും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സാധാരണഗതിയിൽ മുഖത്തൊരു പാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറന്നെന്നിരിക്കും. പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ആദ്യം തന്നെ അറിയാൻ വയ്യാത്ത ഒരാളോ അല്ലെങ്കിൽ ഒന്ന് കണ്ട് മറന്ന ഒരാളോ ആദ്യം ചോദിക്കുക എന്തായിരിക്കും? ഇതെന്താ മുഖത്തെ ഈ പാട്? ഇത് പോയില്ലേ? ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ലേ? ഇത് ആദ്യമായിട്ട് തന്നെ എഫക്റ്റ് ആവുന്നത് നമ്മുടെ മനസ്സിനാണ്. മനസ്സിന് അതെങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? അയ്യോ, ഇത്രയും മരുന്ന് കഴിച്ചല്ലോ, അല്ലെ ഒരു ഡോക്ടറിനെ കണ്ടു എന്നിട്ടും ഇത് പോയില്ലല്ലോ. ഇതായിരിക്കാം ആദ്യത്തെ ചിന്ത വരിക. ഇത് തന്നെ ആ ഒരു രക്തദുഷ്ടി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി ആവുന്നുണ്ട്. അവിടെയും മാനസിക ചികിത്സയുടെ ഇമ്പോർട്ടൻസ് ഒട്ടും ചെറുതല്ല. മനസ്സും ഹോർമോണൽ ഇംബാലൻസും അല്ലെങ്കിൽ മനസ്സിന് എന്താണ് ഹോർമോൺസിൻ്റെ മേലുള്ള ഒരു ഇഷ്ടക്കുറവ്, അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകൾ ഒരു പെരിയ മെനോപോസിൽ 40 വയസ്സ് വേണ്ട, ഇപ്പം 40 വയസ്സെന്ന് തന്നെ പറയണ്ടേ, ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നത് ചൂട്, ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള വിയർപ്പ്, അകാരണമായ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, അതിലേത് വേണേ ആവാം. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്നത് സങ്കടമാണ്. ഇതും മനസ്സുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് എന്നെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ഉണ്ട്. എവിടെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളിലും പ്രഷറും സ്ട്രെസ്സും എല്ലാം ഉണ്ട് എല്ലാവർക്കും. പക്ഷേ ഈ ഒരു സമയത്ത് ശരീരത്തിന്റെ ഹോർമോണിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതായത് പിത്തം, നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ പിത്തം ബോഡിയിൽ കൂടുന്ന ഒരവസ്ഥ, ആ ഒരു സമയത്ത് അകാരണമായിട്ടായിരിക്കാം ദേഷ്യം വരിക. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ. അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ സംസാരിക്കാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടിലുണ്ടാവാവുന്ന അതൊരു എന്താ പറയുക, ഒരു അന്തരീക്ഷത്തിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഗൃഹാന്തരീക്ഷത്തിലുണ്ടാവുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതിൽ തന്നെ എത്രമാത്രം വലിയ റോളാണ് മനസ്സിനുള്ളത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവിടെ ചികിത്സയാണോ പ്രധാനം അതോ മനസ്സിനെ ചികിത്സിക്കലാണോ പ്രധാനം? ശാരീരിക ചികിത്സയാണോ പ്രധാനം അതോ മാനസിക ചികിത്സയാണോ പ്രധാനം? രണ്ടും. ഈ മാനസിക ചികിത്സ എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ മനോവഹ സ്രോതസ്സുകളെ അതായത് കറക്റ്റ് ചെയ്യാനുള്ള ഔഷധങ്ങളുടെ പ്രയോഗം, മാനസമിത്രം, അശ്വഗന്ധം പോലെയുള്ള മരുന്നുകളുടെ ഉപയോഗം എന്ന് തന്നെ പറയാം. പക്ഷെ അതിലുപരി മനസ്സിനെ ചികിത്സിക്കുന്നത് ഒന്ന് ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനൊന്ന് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഹോർമോണിൻ്റെ ആണെന്നൊന്ന് മനസ്സിലാക്കുകയും, അമ്മയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ ഒരു മെനോപോസലിൻ്റെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒരുപാട് ഔഷധങ്ങളുടെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അവിടെയും മനസ്സ് തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ കുട്ടികളിലെ ആർത്തവം എന്ന് പറയുന്നത് ഒരു 14-15 വയസ്സ് ആ ഒരു പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്ന് 10, 11, 12 വയസ്സിലും മെനോപോസ് 35, 38, 40 വയസ്സിനുള്ളിലും വരെ സംഭവിക്കുന്നുണ്ട്. ഇതിലെയും ഒരു ഘടകം ഹോർമോൺ തന്നെയാണ്. അവിടെയും മനസ്സിൻ്റെ റോള് ഒട്ടും ചെറുതല്ല. ഈ കുട്ടികൾക്കുണ്ടാവുന്ന പിമ്പിൾസ്, മുഖത്തെ പാടുകൾ, ഹെയർ ഗ്രോത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഹെയർ ഫോൾ ആവാം, അനാവശ്യമായിട്ടുള്ള രോമത്തിൻ്റെ വളർച്ചയാവാം, അതേതായാലും എല്ലാം തന്നെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ചിലരെങ്കിലും പേരൻസ് വന്ന് പറയാറുണ്ട്, ഈ ഒരു വന്ന കാലയളവിലായിട്ട്
പെൺകുട്ടികളുടെ ദേഷ്യം കൂടുന്നു, ആൺകുട്ടികൾക്ക് ദേഷ്യം കൂടുന്നു. അങ്ങനെ കാര്യം അപ്പോഴും പിത്തമാണല്ലോ ശരീരത്തിൽ ആ സമയത്ത് കൂടുതലായിട്ടിരിക്കുക. അതിൻ്റെയാണ് ഒന്ന്. രണ്ട്, അവരിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചും ഈ പറയുന്ന സ്ട്രെസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് പഠിത്തത്തെ സംബന്ധിച്ചാവാം, നമ്മുടെ വീടുകളിൽ നിന്ന് കൊടുക്കുന്ന സ്ട്രെസ് ഉണ്ടാവാം. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എല്ലാ പേരൻസിനും ഒരുപോലെ സാധ്യമാവണമെന്നില്ല. കാരണം എല്ലാവരും ഇന്നത്തെ കാലത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരാണ്. അപ്പോൾ കുട്ടികൾ ഒറ്റപ്പെടുന്ന സമയത്തുണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ പേരൻസായ നമ്മളും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അവിടെയും മനസ്സിൻ്റെ റോള് ചെറുതല്ല, മനസ്സിൻ്റെ ചികിത്സയും ചെറുതല്ല. നിങ്ങളുടെ ഒരു കുട്ടി നല്ലൊരു മാർക്ക് ഒരു സബ്ജക്റ്റിൽ മേടിക്കുന്നുണ്ടെങ്കിൽ വേറൊരു സബ്ജക്റ്റിൽ ആ കുട്ടിക്ക് മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ അപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ? അപ്പോഴല്ലേ അവരും കുറച്ചുകൂടെ സ്ട്രോങ് ആകുള്ളൂ. ഈ വരുന്ന ഒരു കാര്യം PCOD അല്ലെങ്കിൽ PCOS റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേഷ്യൻസിൽ കുട്ടികളിൽ, അതായത് 16 തൊട്ട് 18, 20, 22 വയസ്സുള്ള ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളിൽ വളരെ സ്പഷ്ടമായി എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഡോക്ടറെ, പരീക്ഷയാവുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന കോച്ചിങ് സെൻ്ററുകളിലെ പ്രഷർ, ഇതെല്ലാം കൊണ്ട് ഇവരുടെ പീരീഡ്സിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പം 15 ദിവസം മാറാം, ചിലപ്പം 45 ദിവസം വരെ പോകുന്നുണ്ട്. ഇതും ഈ ഹോർമോൺ വ്യതിയാനങ്ങളും ഇവരുടെ സ്ട്രെസ്സുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു. എടുത്ത വഴി ഡോക്ടേഴ്സ് പറയുമ്പോൾ അപ്പം തന്നെ പേരൻസ് പറയും അതൊന്നുമല്ല കാരണം, ഈ കുട്ടിയുടെ കൂടുതലായിട്ടുള്ള ഈ കുട്ടികളുടെ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളുടെ അമിതമായിട്ടുള്ള മൊബൈലിൻ്റെ യൂസേജ് കൊണ്ടാണെന്ന്. അതൊരു കാരണമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അത് മാത്രമാണോ കാരണം? അങ്ങനെ ചോദിച്ചാൽ നമ്മളും അതേപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ കുട്ടികളെ മാത്രമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അവിടെയും നിങ്ങളുടെ ഒരു കുട്ടിക്ക് PCOD, PCOS എന്ന എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. ചേർത്ത് പിടിച്ച് അവരൊരു തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കുന്ന പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അല്ലേ. ഞാനൊരു സ്കൂളിലൊരു ക്ലാസ് എടുത്ത സമയത്ത് ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, അവസാനമായിട്ട് അമ്മ, തിരിച്ചും ഉണ്ട് ക്വസ്റ്റ്യൻ, എന്നാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, അമ്മ ചേർത്ത് പിടിച്ചൊരു ഉമ്മ തന്നത് എന്നാണെന്ന്. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടർ എൻ്റെ ഓർമ്മയിലില്ല. ഈ കുട്ടിയുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ കുട്ടിക്ക് വേണ്ട സമയത്ത് ഉള്ള ഒരു ഹഗ്, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഹോർമോൺസിൽ, ആ കുട്ടിയുടെ സ്ട്രെസ് ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അത് ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് എത്രമാത്രം ബലം കൊടുക്കുന്നു എന്നുകൂടി നമ്മൾ പേരൻസ് മനസ്സിലാക്കണം. തിരിച്ചും ഈ മെനോപോസൽ സമയത്ത്, അതായത് ആർത്തവം നിൽക്കാൻ പോകുന്ന ഒരു സമയം, ഏകദേശം പെരിയോമെനോപോസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 40 വയസ്സിന് ശേഷം എന്ന് തന്നെ പറയാം. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ ഇല്ലായിരുന്ന ദേഷ്യം എന്ന് ഒരു മകൾ കണ്ടാൽ, അല്ലെ ഒരു മകൻ കണ്ടാൽ, മുമ്പ് ഈ പറഞ്ഞ ഒരു ഹഗ്, ഒരു ഫിസിക്കൽ ടച്ച്, അമ്മ സാരിയില്ല പോട്ടെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബലം, അത് ആ അമ്മയുടെയും മനസ്സിനെയും ശരീരത്തെയും എത്രമാത്രം ബലപ്പെടുത്തുമെന്ന് നിങ്ങളും കൂടി ചിന്തിക്കണം. ആയുർവേദം എപ്പോഴും എന്നും സ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ്. എന്താണ് നമ്മൾ എപ്പോഴും ചികിത്സിക്കേണ്ടത്? ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദിനചര്യ, ഋതുചര്യ ഇവ നോക്കി നമ്മൾ അതായത് സ്വസ്ഥരാണ്, അല്ലെങ്കിൽ ആരോഗ്യപരമായി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ വൈദ്യരെ കാണുക എന്ന് തന്നെയാണ് ആയുർവേദം പറഞ്ഞു വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നിഷ്കർഷിച്ചിട്ടുള്ളതും. 2, ഈ ഒരു ചികിത്സയിലൂടെ, ആയുർവേദ ചികിത്സയിലൂടെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് എന്നിവയ്ക്കൊക്കെ ചികിത്സയുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും ഉണ്ട്. ശരീരത്തിന് അല്ലെങ്കിൽ ഒരു മുട്ടുവേദന, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ ഒരു വാദസംബന്ധമായ അസുഖം, തലമുടി കൊഴിച്ചിൽ, ഇതിന് മാത്രമല്ല ആയുർവേദത്തിൽ ചികിത്സയുള്ളത്. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ആയുർവേദം. ധൈര്യമായിട്ട് അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം ഇറക്കി വെക്കാം. ഒന്നുകൂടെ ചേർത്തോട്ടെ, ഇത് ആയുർവേദ ഡോക്ടർമാരോട് കൂടിയിട്ടാണ് കേട്ടോ. ഇത് ഒരു ഡോക്ടർ പറയുന്നതായിട്ട് മാത്രം എടുത്താൽ മതി. അത് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട. എൻ്റെ യുക്തിക്കനുസരിച്ച് മാത്രം സംസാരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയാം. അതോടൊപ്പം തന്നെ പല രോഗികളും നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഒരു അരിഷ്ടത്തിനോ കഷായത്തിനോ അല്ലെ ഒരു ലേഹ്യത്തിനോ ചൂർണത്തിനോ മാത്രമാവണം എന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെ ഒരു 15 മിനിറ്റ് ആ രോഗിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ നമ്മൾക്ക് മരുന്നുകൾ കൊണ്ട് മാറ്റാൻ പറ്റുന്നതിൽ കൂടുതൽ അസുഖങ്ങളെ മാറ്റാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഒരു ദിവസത്തെ പരിശോധന സമയം കൂട്ടുക വേണ്ടു. അതിൽ നിന്ന് തന്നെ മനസ്സിന് കിട്ടുന്ന ഒരു ബലമുണ്ട്. അതാണല്ലോ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, സത്വാപചയം. ആ സത്വാപചയത്തിൽ ഊന്നിയുള്ള ചികിത്സയാണ് ഞാൻ എപ്പോഴും അവലംബിച്ചു വരുന്നത്. മാനസിക ആരോഗ്യവും നമ്മുടെ ആയുർവേദത്തിലെ
ദിനചര്യ. ഇപ്പോൾ എല്ലാ ആൾക്കാരും, അതായത് നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു കൗൺസിലറെ തന്നെ കാണുകയാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ കുട്ടിക്ക് കുറച്ച് പഠന വൈകല്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളൊരു കൗൺസിലറെ കാണുന്നു. ആദ്യം പറയുന്നത് എന്താണ്? ഫസ്റ്റ് പറയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്. അതിലാദ്യം വരുന്നത് നേരത്തെ ഉറങ്ങണം എന്ന് പറയും. ഇത് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ നിഷ്കർഷിച്ചു വെച്ചിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. ബ്രാഹ്മമുഹൂർത്തത്തിലൊന്നും വേണ്ട, എന്നാലും അതിലൊരല്പം താഴ്ന്ന ഒരു 5, 5:30, 6 ആ ഒരു ടൈം നമുക്ക് ഫിക്സ് ചെയ്താൽ എഴുന്നേറ്റാൽ രാത്രിയിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും വരുന്ന ഒരു കാര്യമല്ല ഇത്. സമയമെടുത്ത് തന്നെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ ഈ ദിനചര്യയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുന്നത് മാത്രമല്ല, രാത്രിയിൽ ഉറങ്ങുന്ന സമയം, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന്, അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ ഡിറ്റാച്ച് ചെയ്യാം. ഡീടോക്സ് എന്നും പറയാം, മെൻ്റൽ ഡീടോക്സ്. അത് മാറ്റി വെക്കുക. നമ്മുടെ കൈയുടെ അടുത്തെത്തുന്ന രീതിയിൽ ഫോൺ വെക്കരുത്. കുറച്ച് മാറ്റി അലാം സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരെ തന്നെ വെക്കാം. ഇങ്ങനെ തുടങ്ങിയാൽ 1, 2, 3 ദിവസം കൊണ്ട് നമ്മൾക്ക് മാനസികമായിട്ട് ഭയങ്കര ഇറിറ്റേഷൻസ് കൂടുകയുള്ളൂ. കാരണം രാവിലെ എഴുന്നേറ്റ് ശരാശരി ആരും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നോക്കുക ഫോണായിരിക്കും. ശരാശരി ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന, ലൈഫിലെ പാർട്ട് എന്ന് പറയുന്നത് ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് ഇന്നത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ റീലിന് എത്ര ലൈക്കായി, ഈ ഒരു രീതിയിലാണ് പോവുക. ഇതിൽ നിന്ന് മാറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഫോണിലേക്ക് പോവുക. അതിലുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും, ഒന്നും ഡിലീറ്റ് ആയി പോവില്ല, അതവിടെ ഇരുന്നോട്ടെ. ഈ ഒരു 10 മിനിറ്റ് ഒരു മീ ടൈം ആയിട്ട് കൊടുക്കാം. മീ ടൈം എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ഡോക്ടറെ ഇതിനുള്ള ഒരു പ്രതിവിധി, ഈ സ്ട്രെസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ. ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അമ്മമാർക്കാണെങ്കിൽ രാവിലെ അടുക്കളയിൽ എന്ത് ഉണ്ടാക്കണമെന്നുള്ള പ്രഷർ എന്ന് തുടങ്ങി പോണു എല്ലാവരുടെയും സ്ട്രെസ്. ഇത് കുറയ്ക്കാൻ എന്താണ് മാർഗം? ഒന്ന് ഇത് തന്നെയാണ്, മീ ടൈം. മീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു 10 മിനിറ്റ് എന്നും എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്തിനേക്കാൾ ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ നമുക്കുള്ള ടൈമായി. 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 5:50 എഴുന്നേറ്റാൽ ആ ഉള്ള ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും, ഫസ്റ്റ് ഡേ തൊട്ട് മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാനേ പറ്റുള്ളൂ, നടക്കില്ല. ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും, മുഖത്തൊരു ഫേസ് പാക്ക് ഇടണോ ഇടാം, ഒരു പാട്ട് കേൾക്കണോ കേൾക്കാം, അതല്ല വേറെ എന്ത് വേണം, ഒരു 10 മിനിറ്റ് വായിക്കണോ വായിക്കാം, പഠിക്കാനൊന്നും പോകണ്ട, ബോറായി പോവും. ആ ഒരു 10 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റി വെക്കാം. ഈ ഒരു 10 മിനിറ്റ് ഡോക്ടറെ എന്ത് വ്യത്യാസം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണോ ചോദ്യം? അത് 1 മാസം ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയും എന്തൊക്കെ വ്യത്യാസം ഉണ്ടായി ഈ ഒരു 10 മിനിറ്റ്. ഇത് തന്നെ രാത്രിയിലും ആ ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുഖത്തൊരു പാക്ക് ഇടാം, മുമ്പേ പറഞ്ഞല്ലോ, മുഖത്തൊരു പാക്ക് ഇടാം. ഒരു ഓയിൽ ഒന്നെടുത്ത് അപ്ലൈ ചെയ്ത് ഒരു മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു 10 മിനിറ്റ് എന്നും, അത് സ്ത്രീകളെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ ഒന്നും വ്യത്യാസം വേണ്ട. കുട്ടികൾക്കാണെങ്കിൽ ആ സമയത്ത് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഫോൺ ഒഴികെ എന്ത് ചെയ്താലും ആ ഒരു 10 മിനിറ്റ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാവണം, അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ചെയ്യുന്ന മീ ടൈം ലൈഫിൽ ഉണ്ടാക്കാവുന്ന ചേഞ്ചസ് വളരെ വലുതാണ്. എസ്പെഷ്യലി വീടുകളിലെ അമ്മമാർക്ക്, അല്ലെ വർക്കിംഗ് വുമൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കും എന്നതിനർത്ഥം മക്കളെയും ഭർത്താവിനെയും നോക്കാതിരിക്കണം എന്നല്ല, അവരെ നോക്കാം. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കാം. മാസത്തിലൊരിക്കൽ 1 മണിക്കൂർ അത് നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കാം. അത് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. ഇഷ്ടം പോലെ ആയുർവേദ മസാജും അതും ഇതും എല്ലാം സുലഭമായിട്ടുള്ള ഈ കേരളത്തിൽ ഒരു ബോഡി മസാജ് എടുക്കാം. അതല്ല, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബോഡി ഡീടോക്സ് ചെയ്യാം, ഒരു ശിരോധാര ചെയ്യാം. ഒന്നും വേണ്ട, ഒരു ഡോക്ടറെ കണ്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെയാണ് ഡോക്ടറെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, 1 മണിക്കൂർ കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു ചെറിയൊരു സാധനം വാങ്ങാം. അതിനർത്ഥം പോയി ഗോൾഡ് തന്നെ വാങ്ങണമെന്നോ വില കൂടിയ സാരികൾ വാങ്ങണമെന്നോ അർത്ഥമില്ല. അവരവരെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന ഒരു 10 മിനിറ്റ് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ എത്രമാത്രം വ്യത്യാസം ഉണ്ടാക്കുന്നു എന്ന് അത് പറയാതെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുമ്പോൾ അതിനർത്ഥം വേറെയാകുന്നു. ഞാൻ ഈ പറഞ്ഞതിലെല്ലാം സ്ത്രീകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് വരുന്ന പേഷ്യൻസ് കൂടുതൽ സ്ത്രീകളായതുകൊണ്ട് തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം, ഈ മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള 40 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 45ഓട് കൂടിയിട്ട് ആ സമയത്ത് ഉണ്ടാക്കുന്ന മെനോപോസ് പോലെ തന്നെ ആണുങ്ങളുടെ ബോഡിയിലും ഉണ്ടാവുന്നുണ്ട് ഹോർമോൺ ചേഞ്ചസ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ല. ആ ഒരു സമയം എന്ന് പറയുന്നത് ആണുങ്ങളെ സംബന്ധിച്ച്, പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സെറ്റാകുന്ന സമയമാണ്, അല്ലെ സെറ്റാക്കാൻ ഓടുന്ന സമയമാണത്. അവിടെ അവർക്ക് അവരുടെ സ്ട്രെസ്സിനോ
ഈ പറയുന്ന പോലെ മുടി കൊഴിയുന്നതിനോ കഷണ്ടി കയറുന്നതിനോ മുഖത്തുണ്ടാവുന്ന ഡ്യുവൽ ചേഞ്ചസ്, അതായത് കളർ ചേഞ്ചസോ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല എന്ന് അവർ കണ്ണടയ്ക്കുന്നു എന്ന് മാത്രം. ആ ഒരു സമയത്താണ് ശരിക്കും ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അനുസരിച്ച് ഒരുപാട് ആണുങ്ങളെ സംബന്ധിച്ച് അവർക്കുണ്ട് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അവരിത് പറയാത്തത് സ്ത്രീകൾ എടുത്തു പറയുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അവർക്കും ഇതേപോലുള്ള ചേഞ്ചസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലും നമ്മൾ സ്ത്രീകളിലും കൂടി ഉണ്ട്. ഈ ഒരു സമയത്ത് അവർക്കും മെന്റലി കൊടുക്കേണ്ടത് ഒരു സ്ട്രോങ് ആക്കാനായിട്ടുള്ള ഒരു പവർ തന്നെയാണ്. അതും ഫാമിലിക്കകത്തുനിന്ന് തന്നെ, മകനോ മകളോ ഭാര്യയോ അതാരും ആയിക്കോട്ടെ, അവർക്കും കൊടുക്കേണ്ടത് മാനസികമായിട്ടുള്ള ഒരു ബലമാണ്. എവിടെയും അവസാനം വന്ന് നിൽക്കുന്ന വാക്കെന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. മാനസിക ആരോഗ്യവും ആയുർവേദവും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ട് തന്നെയാണ് ലൈഫിൽ.